നമ്മളിപ്പോ നിൽക്കുന്നത് കൊല്ലം അഞ്ചാലുമൂടിനടുത്തുള്ള കാഞ്ഞിരംകുഴി എന്ന സ്ഥലത്താണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ MA ബിബിക്ക് CPM-ന്റെ മെമ്പർഷിപ്പ് കൊടുത്ത ആ ആള് ഇവിടെയുണ്ട്. ആ സഖാവിനെയും കൂടെ ഈ CPM സമ്മേളന കാലത്ത് നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. സഖാവ് VK വിക്രമന്റെ വിശേഷങ്ങളും കൂടെ കണ്ടറിയാം. നല്ലതുപോലെ പ്രസംഗിക്കും. പിന്നെ എവറെഡിയാണ് അവരെ ഫാമിലി കംപ്ലീറ്റും കമ്മ്യൂണിസ്റ്റുകാരുടെ ആണായാലും പെണ്ണായാലും ഓരോ ബഹുജന രംഗത്തെ പ്രവർത്തകരാ. നിങ്ങൾ ജോസാറിനൊക്കെ അറിയും, തലസ്യരായിട്ടിരുന്നതാണ്. അപ്പൊ കൊല്ലത്ത് എന്ന് കാശില്ലെന്ന് പറഞ്ഞാൽ ജോലി സാറിന് പുലര് കാണും. ജോലി സാറ് ചെന്ന് കാണുന്നതുകൊണ്ട് തന്നെ അവർക്ക് കാശ് ആവശ്യമുള്ളത് കൊടുക്കും. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ബേബി സഖാവ് പിന്നെ വന്ന് കണ്ടിട്ടുണ്ടോ? വന്ന് കാണാറുണ്ടോ? ബേബി സഖാവ് പിന്നെ വന്ന് കാണാറുണ്ടോ? ഇവിടെ മൂന്ന് പ്രാവശ്യം അടുത്ത കാലത്ത് വന്നു. ഇപ്പൊ ഇന്ന് ചിലപ്പോ ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വരും. ബേബി വരുമ്പോഴെല്ലാം ബേബിക്ക് ഇരട്ടി ജോലിയുണ്ട്. അപ്പൊ എന്റെ പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ബേബി മന്ത്രിയായിട്ടിരുന്നപ്പോൾ ഞാൻ എന്റെ വ്യക്തിപരമായ ഒരെണ്ണവും കൊണ്ടുപോയിട്ടില്ല. ഇവിടുത്തെ പാർട്ടിക്ക് താല്പര്യമുള്ള കേസ് മാത്രം. എല്ലാവരും 1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മളവരുടെ അടുത്ത് മാറിയിരുന്നേ, എന്താ സാറേ ഇരിക്കുന്നേ, വഞ്ഞ് കൈമാറിച്ചുണ്ടോ? ഇല്ല, ഇത് കഴിഞ്ഞ് പോവാം, ഭക്ഷണം കഴിച്ചോ. ഉടനെ ആഫീസ് സെക്രട്ടറി വിളിക്കുമ്പോ ഞാൻ വിക്രം അവിടെ പോളെ തട്ടി വന്നാൽ തിരിച്ചു പോരുന്നതിന് മുമ്പ് പോരാനുള്ള വണ്ടിക്കൂലി തന്നാലും DC-യുടെ വണ്ടി ഒഴിഞ്ഞു പോകാനുണ്ടെങ്കിൽ വിക്രമനെ വീട്ടിൽ കൊണ്ടുപോയി. ഷുഗർ എന്നെ കൂടുതൽ ബാധിച്ചിട്ടുണ്ട്. രാവിലെയൊക്കെ എണീച്ച ആടി പോകുന്നു. പിന്നെ പഴയ തലമുറയിലുള്ള ആരും ഇല്ല എൻ്റെ അറിവിൽ. കാരണം P. രാമകൃഷ്ണൻ 1 മണിയാകുമ്പം ഇരിക്കുന്നവരെ ഭക്ഷണം കഴിച്ചവരും അന്വേഷിക്കും. എല്ലാവർക്കും കാശുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് വെച്ച് ഭക്ഷണത്തിന് കാശ് കൊടുത്ത് ഇടും. അതുപോലെ MK ഭാസ്കരൻ എൻ്റെ LC-ന്ന് ഏതെങ്കിലും പരിപാടിക്ക് പോയാൽ അവരെ എല്ലാം കാര്യമായിട്ട് കൈകാര്യം ചെയ്തിട്ട് ഞാൻ പോരും. ഓളെ തൊട്ട് വെച്ച് വരുന്ന എല്ലാ ക്യാമ്പയിനും എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഞാൻ പിന്നെ DC ഓഫീസിൽ നിന്ന് കാശ് വാങ്ങിക്കും. അടുത്ത ഒരു ദിവസം ഞാൻ പൈസ അവിടെ എത്തിക്കും. ഇന്ന് എത്ര പേരിലതൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പാർട്ടിയല്ലാതെ കർഷക തൊഴിലാളി യൂണിയൻ്റെയും കയറിൻ്റെയും കർഷക സംഘത്തിൻ്റെയും DYFI-യുടെയും SFI-യുടെയൊക്കെ സംസ്ഥാന സമ്മേളനം അഖിലേന്ത്യാ സമ്മേളനത്തിനുമൊക്കെ നമ്മൾ കയറും. അധികം താല്പര്യമില്ല, മറ്റൊന്നും കൊണ്ടല്ല. ആ സ്ഥാനത്ത് കൊള്ളാവുന്ന ആരെങ്കിലും ഒരാൾ വന്നാൽ അത്ര ആയില്ലേ. അതിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ട് പഠിക്കാനുള്ളതാണ്. കൊല്ലം സമ്മേളനത്തിൽ ഇപ്പൊ ഒരു സമ്മേളനം നടക്കാൻ പോവല്ലേ? ഇപ്പൊ 2 ദിവസത്തെ സമ്മേളനത്തിലാരാണ് ഞാൻ പാർട്ടി മെമ്പറായ എന്നുള്ള കവിഞ്ഞ് സമ്മേളനം കാണണമെന്നുണ്ട്. അന്നത്തേക്ക് ആശ്വാസം ഒന്ന് ആണെങ്കിൽ എപ്പോഴാ ഞാൻ വീഴുന്നറിയത്തില്ല.